ഹായ് ഓൾ. അപ്സോ പി എസ് സി സ്കോളറിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവനകൾ എന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SCRT ഫാക്റ്റുകൾ മാത്രമായിരിക്കും. പാർട്ട് 2ൽ ഇച്ചിരി കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആരൊക്കെയാണ് ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നത്, അഥവാ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആരൊക്കെ എന്നതാണ്. അവർ വന്ന ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കാം. ആദ്യം പോർച്ചുഗീസുകാർ, പിന്നെ ഡച്ചുകാർ, പിന്നെ ബ്രിട്ടീഷുകാർ, ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്രഞ്ചുകാർ. അതെങ്ങനെ പഠിക്കാമെന്നുള്ള പണ്ട് തൊട്ടുള്ളൊരു കോഡാണ് പോഡാ ബീഫെ എന്ന് നമ്മൾ പറയും. പോഡാ ബീഫെ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ അഥവാ ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതാണ് ഇവർ വന്ന ക്രമം എന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ ഇത് കേരളത്തിലെത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരുടെ ക്രമമാണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആര് എന്ന ചോദ്യം, ആദ്യ വിദേശികളാണ് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ. ഇത്തരം അറബികളാണ്, പോർച്ചുഗീസുകാരല്ല. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്നതിന് പോർച്ചുഗീസുകാരാണ് ഉത്തരം. ആരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ എന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. അദ്ദേഹം എത്തിയ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതുമാണ്. 1498 മെയ് 20. എവിടെയാണ് ഇറങ്ങിയത്? കാപ്പാടാണ് ഇറങ്ങിയത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഗോവ, ദാമൻ, ദിയു ആണ്. ഗോവ, ദാമൻ, ദിയു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ. എല്ലാവർക്കും അറിയുന്നതാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികളെന്നും. ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ്? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അറിയുന്നവർ ഇപ്പോഴേ കമൻറ്റ് ചെയ്യുക. പോർച്ചുഗീസുകാരുടെ മറ്റൊരു സംഭാവനയാണ് കോട്ടപ്പുറം കോട്ട, സെൻറ്റ് ആഞ്ചലോസ് കോട്ട. ഈ രണ്ട് കോട്ടകളും പണിയെടുപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കോട്ടപ്പുറം കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണ്. അതുപോലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരാണ്. പിന്നെ ഒത്തിരി സാധനങ്ങൾ പോർച്ചുഗീസിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് കുരുമുളകൊക്കെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, കശുവണ്ടിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് പൈനാപ്പിൾ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പേരയ്ക്ക പറിച്ച് തിന്നുമ്പോഴോ പപ്പായ കാണുമ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കണം, ഇത് എവിടുന്നാണ് കൊണ്ടുവന്നത്? ഇത് ഇവിടുന്ന് പോർച്ചുഗീസിൽ നിന്നല്ലേ കൊണ്ടുവന്നത്? അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ വറ്റൽമുളക്, അതുപോലെ പുകയില. കേരളത്തിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടുപിടുത്തമാണ് അച്ചടി യന്ത്രം എന്ന് പറയുന്നത്, അറിയാലേ. പല നവോത്ഥാനത്തിന് കാരണമായത് അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ കേരളത്തിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെന്ന് എഴുതരുത്, പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ അച്ചടി യന്ത്രം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ് ചവിട്ടുനാടകം. ആ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചാരത്തിൽ കൊണ്ടുവന്ന ആരെന്ന് ചോദ്യത്തിന് ഉത്തരം പോർച്ചുഗീസുകാരാണ്. നമ്മൾ പഠിച്ചു വാസ്കോഡ ഗാമ ആണ് ആദ്യമെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് മറ്റൊരു നാവികനാണ് അൽവാരോ വെൻഹോവ്. ഇവർ വന്ന കപ്പലെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അത് SCRTയിൽ പരാമർശിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷനും ആവും, ഇച്ചിരി കൂടി അഡ്വാൻസ് ലെവലിലേക്ക് കയറുകയും ചെയ്യാം. അപ്പം വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം അൽവാരോ വെൻഹോവ്. അടുത്തതായി, പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരെന്ന ചോദ്യത്തിന് കുഞ്ഞാലി മരയ്ക്കാർ. നമ്മൾ സിനിമയൊക്കെ കണ്ടാണല്ലേ, മോഹൻലാലിൻ്റെ കുഞ്ഞാലി മരയ്ക്കാർ. അപ്പോൾ പണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയവരായിരുന്നു സാമൂതിരിയുടെ പടയായ കുഞ്ഞാലി മരയ്ക്കാർമാർ. അതിൽ തന്നെ മോഹൻലാൽ അവതരിപ്പിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ എന്ന ക്യാരക്ടറാണ്. കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, അങ്ങനെയുണ്ട്, 3, 4 എന്നൊക്കെ ഉണ്ട്. കുഞ്ഞാലി മൂന്നാമൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞാലി മരയ്ക്ക പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരി സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരയ്ക്കാർ കോട്ടയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരി സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമൻ എന്നാണെന്നത്. ഈ വിജയത്തെ, ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. ആരെഴുതിയതാണ്? ഗാസി മുഹമ്മദ് 16ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം. അത് രചിച്ചത് സർദാർ KM പണിക്കരാണ്. ഇതോടുകൂടി നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റിയുള്ള ഫാക്റ്റുകൾ തീർക്കുകയാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പോഡാ ബീഫയിലെ ഡച്ചുകാർ.
ഡച്ചുകാർ. ഡച്ചുകാർ അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചിരുന്നു. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ ഒരു ചൊല്ലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ കൊച്ചിയും കൊല്ലവും ആരുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു എന്ന ചോദ്യത്തിന് ഡച്ചുകാരെന്നാണ് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയായിരുന്നു വാണിജ്യ കേന്ദ്രങ്ങൾ? ഗോവ, ദാമൻ, ദിയു. അതുപോലെ ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കാസ് എന്ന ഗ്രന്ഥം. ഹോർത്തൂസ് മലബാറിക്കാസ് എന്ന ഗ്രന്ഥം മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്തായാലേ നമ്മുടെ ഇവിടെയുള്ളവർക്ക് ഇപ്പോഴും പല ഔഷധങ്ങളെപ്പറ്റി അറിയില്ല. പക്ഷേ അന്ന് ഈ ഡച്ചുകാർ അതിനു വേണ്ടി എടുത്ത ഒരു എഫോർട്ട് അത് ഭയങ്കര നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അത് തയ്യാറാക്കിയത് ആരാണ്? അഡ്മിറൽ വാൻഡ്രിഡ് അഥവാ വില്യം വാൻഡ്രിഡ്. സഹായിച്ച ഒരു മലയാളി ഉണ്ട്. ഒന്നിലേറെ പേർ സഹായിച്ചിട്ടുണ്ട്. SCERT കൊടുത്തിരിക്കുന്നത് ഇട്ടി അച്യുതൻ വൈദ്യർ എന്നാണ് കൊടുത്തിരിക്കുന്നത് സഹായിച്ച മലയാളി എന്ന് പറയുന്നത്. നമുക്കറിയാം ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്, രണ്ടാമത് വന്നതാണ് ഡച്ചുകാർ എന്ന്. ഡച്ചുകാർ വന്നപ്പോൾ പോർച്ചുഗീസുകാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ മാറ്റിയാലാണ് ഡച്ചുകാർക്ക് ഇവിടെ ഒരു വ്യാപാരം എന്ന് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി. അങ്ങനെയാണ് അവർ ഗോവയിലേക്കൊക്കെ പോയത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തുരത്തിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1663. പിന്നീട് കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ ആദ്യമായി ഒരു വിദേശ ശക്തിയെ ഇന്ത്യയിൽ തോൽപ്പിച്ചത് നമ്മുടെ കേരളത്തിലെ മാർത്താണ്ഡവർമ്മയാണ്. അതാണ് ഡച്ചുകാരെ തോൽപ്പിച്ചതാണ്. ആ യുദ്ധം അറിയപ്പെടുന്നത് കുളച്ചിൽ യുദ്ധമാണ്. 1741 കുളച്ചിൽ യുദ്ധം. അപ്പോൾ കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചിൽ യുദ്ധം 1741. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷുകാർ അഥവാ ബ്രിട്ടീഷുകാർ. ടോഡ ബീഫയിലെ ബ്രിട്ടീഷുകാർ. ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. എവിടെയാണ് രൂപീകരിച്ചത്? ലണ്ടനിൽ വെച്ചാണ് രൂപീകരിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? സൂററ്റാണ്. ഓപ്ഷനിൽ മീററ്റ് ഉണ്ടാവും, തെറ്റിപ്പോകരുത്. സൂററ്റാണ്. മീററ്റ് എന്തായിരുന്നു? 1857 കലാപം അഥവാ ശിപ്പായി ലഹള ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ്? സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുകയും സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്ത വർഷം ഏതാണ്? 1615. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചൊരു വർഷമുണ്ടല്ലോ 1663. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. വാസ്കോഡ ഗാമ കാലുകുത്തിയ വർഷം എന്നാണ്? 1498 മെയ് 20. പിന്നെ കുളച്ചിൽ യുദ്ധം എന്നാണ്? 1741. അടുത്തതായി ഇംഗ്ലീഷുകാരുടെ സംഭാവനകളാണ്. അവർ പാണ്ഡികശാലകൾ പണിതിട്ടുണ്ട് അഥവാ സംഭരണ കേന്ദ്രങ്ങൾ പണിതിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പണിതത്? വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, തലശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ. അഞ്ചുതെങ്ങ് കലാപമൊക്കെ കേട്ടിട്ടില്ല, അതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുവാദം നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ് കോട്ട പണിയാൻ അനുവാദം നൽകിയത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? 1721. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ നടന്ന പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് പ്രക്ഷോഭമാണ്. ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. അതുപോലെ 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടിട്ടുള്ളത്. ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടിട്ടുള്ളത്? ബ്രിട്ടീഷുകാരും മൈസൂർ ഭരണാധികാരികളും തമ്മിലാണ് ഒപ്പിട്ടിട്ടുള്ളത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏതെന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീരംഗപട്ടണം സന്ധി 1792. കൊച്ചി രാജാവ് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ച വർഷം. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ ഓരോരുത്തരായി അംഗീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ വലിയൊരു ഇതായി മാറിയത്. ഇന്ത്യയിൽ തന്നെ വലിയ ശക്തിയായി മാറിയത് അങ്ങനെയാണ്. ഓരോ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ഓരോ ഇതായിട്ട് പറയുമ്പോൾ ആദ്യം കൊച്ചിയാണ് മേൽക്കോയ്മ അംഗീകരിച്ചു ബ്രിട്ടീഷുകാരുടെ 1792. പിന്നീട് തിരുവിതാംകൂറും മേൽക്കോയ്മ അംഗീകരിച്ചു 1795. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കുണ്ട്ര വിളംബരം നടത്തിയതാരാണ്? വേലുത്തമ്പി ദളവ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇപ്പോഴും ചോദിക്കുന്നതാണ്. 1809 ജനുവരി 11 കുണ്ട്ര വിളംബരം നടത്തിയത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. ആരാണ് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ കേരള സിംഹം എന്ന പുസ്തകത്തിലാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിലും പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരുകളാണ്? പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ.
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ശക്തമായി ചെറുത്തുനിൽപ്പ് നൽകിയ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം പഴശ്ശിരാജ. അത് നമ്മൾ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നീ സ്ഥലങ്ങൾ പറഞ്ഞല്ലോ. മലബാറിൽ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ്? മലബാറിൽ പഴശ്ശിരാജയും, കൊച്ചിയിൽ പാലിയത്തച്ഛനും, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയുമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് മലബാറിൽ ശക്തമായി ചെറുത്തുനിൽപ്പ് നൽകിയെന്ന് പറയുന്നത് പഴശ്ശിരാജ. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. അത് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നതിൽ കോട്ടയത്തിലെ രാജാവ് ആരായിരുന്നു? രാജവംശമൊന്നുമില്ല, കോട്ടയത്തിലെ രാജാവായിരുന്നു ആരാന്ന് ചോദിക്കുന്നുണ്ട്. പഴശ്ശിരാജയാണ് ഉത്തരം. നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതൂല. മലബാർ കണ്ണൂരിലൊരു സ്ഥലമുണ്ട് കോട്ടയം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിയെ സഹായിച്ചവർ ആരെന്ന് ചോദിക്കാറുണ്ട്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, കുറിച്യ നേതാവായ ചന്തു. വധിക്കപ്പെട്ട എന്നാണ്? 1805 നവംബർ 30. 1805 നവംബർ 30. വർഷവും ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. 1805 നവംബർ 30. അടുത്തതായി, വേലുത്തമ്പി ആത്മഹത്യ ചെയ്തത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ്. ബ്രിട്ടീഷുകാരെ പേടിച്ച് വേലുത്തമ്പി മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. എന്നിട്ടും അദ്ദേഹത്തോടുള്ള കലി തീരാണ്ട് ബ്രിട്ടീഷുകാർ വീണ്ടും വന്ന് വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കി. അതെവിടെയാണ് കെട്ടിത്തൂക്കിയത്? തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് കെട്ടിത്തൂക്കിയത്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? മദ്രാസിലേക്കാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത് 1861. കേരളത്തിലാണ്, ഇന്ത്യയിലല്ല. ഇന്ത്യയിലെ 1852 കേരളത്തിലെ 1861 എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു പാത ഉണ്ടായിരുന്നത്. അടുത്ത, നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിച്ചത് കോനോലിയാണ്. കോനോലി അറിയാം അല്ലേ? നിലമ്പൂർ കോനോലി പ്ലോട്ട് വളരെ ഫേമസ് ആണ്. നിലമ്പൂരിലെ തേക്ക് തോട്ടം ആരാണ് ആരംഭിച്ചത്? കോനോലി. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് 1859. കശുവണ്ടി ഫാക്ടറികളുടെ കേന്ദ്രമായി വളർന്നത് കൊല്ലമാണ് അല്ലേ? നമുക്കറിയാവുന്നതാണ്, കൊല്ലമാണ് കശുവണ്ടി ഫാക്ടറികൾ. കുണ്ടറ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബീഡി വ്യവസായത്തിൻ്റെ കേന്ദ്രമായി വളർന്നത് കണ്ണൂർ. കേരളത്തിൻ്റെ വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നു ആലപ്പുഴ. ആലപ്പുഴയിലാണല്ലോ കുറേ തെങ്ങുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ. ഓട്ട് കമ്പനികൾ സ്ഥാപിതമായത് ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ സ്ഥലങ്ങളിൽ. ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചത് കണ്ണൂരും കോഴിക്കോടും. അതുപോലെ പുനലൂർ പേപ്പർ മിൽ, പുനലൂർ കൊല്ലം. കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം. കുണ്ടറ സിറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക് തിരുവനന്തപുരം. അത് തെറ്റിപ്പോരുത്. നമ്മൾ റബ്ബർ നിൽക്കുമ്പോൾ നോർമലി കോട്ടയമാണ് ഓർക്കാറ്. പക്ഷേ റബ്ബർ വർക്ക്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ബാക്കിയൊക്കെ നമുക്കൊരു ലോജിക്ക് വെച്ച് എഴുതാമെങ്കിലും ഇത് തെറ്റിപ്പോകാനൊരു സാധ്യതയുള്ളതാണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണിമിൽ കൊച്ചി. അടുത്തതായി, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. എപ്പോഴും നമുക്ക് മീൻസ് തെറ്റിപ്പോകുന്ന സംഭവമാണിത്. പേരുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ. അപ്പോൾ പഠിക്കുമ്പോൾ പഠിക്കുക. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം പ്രൊനൗൺസ് ചെയ്യുന്നതിൻ്റെ സംഭവമില്ലേ, അത് തയ്യാറാക്കിയത് ആഞ്ചലോ ഫ്രാൻസിസ്. നമുക്ക് ഫ്രാൻസ് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാമെന്നോ അങ്ങനെ വല്ലത് ഓർത്ത് വെക്കുക. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. ഫ്രാൻസ് എന്ന് ഉദ്ദേശിച്ചത് ഫ്രഞ്ച് ഭാഷയായിട്ട് ഉദ്ദേശിച്ചത്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ഇതിനകത്ത് തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹോർത്തൂസ് മലബാറിക്കാസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് സംക്ഷേപ വേദാർത്ഥം. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞു വ്യാകരണ ഗ്രന്ഥകാരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പോൾ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരാത്രി നമ്മൾ നിഘണ്ടുവൊക്കെ നോക്കി ഇങ്ങനെ മലയാള ഭാഷയിൽ ഇങ്ങനെ നിഘണ്ടുവൊക്കെ നോക്കുന്നവർക്ക് ഓർത്തിരിക്കുക. പിന്നെ ഇംഗ്ലീഷ് മലയാള നിഘണ്ടുവുണ്ട്, മലയാളം ഇംഗ്ലീഷും ഉണ്ട്. ഹെർമൻ ഗുണ്ടർട്ട് ഏതാണ്? മലയാളം ഇംഗ്ലീഷാണ് ഹെർമൻ ഗുണ്ടർട്ട്. ഇംഗ്ലീഷ് മലയാള നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അതുപോലെ തന്നെ ഹെർമൻ ഗുണ്ടർട്ട് സ്ഥാപിച്ച 2 പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയം കേട്ടോ, ഇത് തെറ്റിപ്പോയതാണ്. പശ്ചിമ തലശ്ശേരിയിലാണ് പ്രസിദ്ധപ്പെടുത്തിയത്. പിന്നെ ഉള്ള പ്രധാനപ്പെട്ടതാണ് ഓരോ സൊസൈറ്റികളുണ്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്ക മിഷൻ. ലണ്ടൻ മിഷൻ സൊസൈറ്റീൻ്റെ പ്രവർത്തനം എവിടെയായിരുന്നു? തിരുവിതാംകൂറായിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMSൻ്റെ തിരുവിതാംകൂറും, CMS കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിലും, അതുപോലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ എന്നീ മേഖലകളിലും. ലാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരെ പറ്റി അധികം നമുക്ക് ഇതിനകത്ത് SCERT ഇല്ല. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏതാണ്? 1664.
ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി. പോർച്ചുഗീസുകാരുടെ എവിടെയായിരുന്നു? ഗോവ, ദാമൻ, ദിയു. അതുപോലെ ഡച്ചുകാരുടെ എവിടെയായിരുന്നു? കൊല്ലം, കൊച്ചി. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.